സൂചേട്ടാ നീ ഇവിടെ കയറി കിടക്കോണാ? നാളെ എന്റെ വീട്ടുകാരൊക്കെ എത്തും. ഇവിടെ ഞാൻ എങ്ങോട്ട് പറഞ്ഞ സൂചേട്ടാ? ചേട്ടനൊരു സ്ഥലം കൊണ്ട് ചേട്ടൻ അങ്ങോട്ട് പൊക്കോളാം. ഒരു സ്ഥലം ഒപ്പിച്ചാ സൂചേട്ടാ? ഞാൻ ഇവിടെ ഒപ്പിക്കാനാ. അവര് വെളുപ്പിന് ഇവിടെ എത്തും. അയ്യോ വെളുപ്പിന് വരൂ. ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ പോണ ഉറങ്ങല്ലേ? ഉറങ്ങിയ ഹലോ പ്ലീസ്. ഹലോ ചേച്ചി ഉറങ്ങിയ? ഹലോ ഹലോ പാച്ച, എടാ നീ ഉറങ്ങിയ? എടാ നീ ഇപ്പൊ തന്നെ ടൗണിൽ പോയിട്ട് ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്തിട്ട് എന്നെ വിളിക്ക്. ഞാനൊരു പെണ്ണായിട്ട് അങ്ങോട്ട് വരാം. ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ വ്യഭിചരിക്കാൻ പോണോ സൂചേട്ടാ? പാച്ച, നീ കൂടുതൽ കാര്യം അന്വേഷിക്കണം. ഞാൻ പറയണ കേട്ടാ മതി. നീ റൂം എടുത്തിട്ട് വിളിക്കടാ. ഞാൻ എടുത്ത് നോക്കിയോ, എനിക്കെന്താ? ആരാടാ വന്ന? ഞാനാ സുഖുവ. കൊച്ചാണാ? എടാ എനിക്ക് കണ്ണൊന്നും കാണാൻ പാടില്ല. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോ കുറച്ചൊക്കെ കാണാൻ, ഇപ്പൊ ഒട്ടും കാണാൻ പാടില്ല. നീ എഴുന്നേറ്റ? നിനക്ക് ചായ വേണ്ട? വേണ്ട. രാവിലെ തന്നെ കൊണ്ടറാ. ഞാനൊന്ന് അടുക്കള വരെ പോയതാ. അമ്മ ഒരു ചായമ്മ. ഞാനെന്താ ഈ വീട്ടിലെ ഫർണിച്ചറാണ്. എനിക്ക് രാവിലെ ചായ ചില വേർപാടുകൾ കണ്ണീരിനേക്കാൾ പുഞ്ചിരി സമ്മാനിക്കും. നീ രാവിലെ കുളിച്ചൊരുക്കി അത് കുഴപ്പമില്ല അമ്മ. എന്തൊക്കെ ഇവിടെ നടക്കണത്? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? ഇതാണ് നിങ്ങളുടെ റിയാക്ഷൻ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. എന്തെന്ത് ഇഷ്ടം? ഇന്നലെ രാത്രിയാണ് ആദ്യമായിട്ട് ഞാൻ കണ്ടത് അല്ലേ? നോണയൻ പിന്നെന്തിനാ നീ ഇവിടെ കൊണ്ടു നടത്തിയേ? ഈ കൊച്ചു ഇന്നലെ നിന്റെ കൂടെ ഒളിച്ചോടി പോകുന്നിട്ടൊരു കൂസലില്ലാതെ കിടന്നുറങ്ങുക. കൂസലില്ലാത്തല്ല, മരവിച്ചു പോയതാണ്. മരവിപ്പൊ കണ്ട എനിക്കറിയാം. ഇത് മരവിപ്പാണ്. പിന്നെ എങ്ങനെയാണ് നിന്റെ എല്ലാ കൈ കൊച്ചറിയണത്? അത് കുഞ്ഞായി പറഞ്ഞു. കുഞ്ഞായുടെ പൊണ്ണുള്ള ഒളിച്ചോടി പോയത്. കുഞ്ഞായി ആരാ സൂചേട്ടാ? മോനെ, കല്യാണം നടക്കൂലെന്ന് വിചാരിച്ച നിനക്ക് ദൈവം നമ്പരാനായിട്ട് കൊണ്ടുവന്ന കൈ വിടരുത്. എന്റെ ദൈവമേ, ചെറുക്കന് നല്ല ബുദ്ധി തോന്നിക്കണേ. അക്കായിക്ക വെക്കം പൊക്കോ. അതെ, ഇത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കണ്ട. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല സൂചേട്ടാ. പോകുന്ന വഴി അങ്ങ് പൊക്കോട്ടെ. ആ വഴി എന്റെ നെഞ്ചത്തേക്ക് കുമ്മ ഇല്ല, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അമ്മേ, സൂചേട്ട ഡ്രസ് എടുക്കണ്ട കേട്ടോ. ഞാൻ എടുത്തോളാം. പാത്രം അകത്തിരിപ്പുണ്ട്. അമ്മേ, പാത്രം.
കപ്പ ഷീബൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാ വാളാണ് കഴിച്ചത് അങ്ങനെ അവക്ക് കൊടുത്തിട്ടില്ല കവി. ഹലോ സൂചേട്ടാ, എന്താ വരാത്തെ? നീയേ കടയിലോട്ട് നോക്കോ? അപ്പൊ ഈ റൂമാ? സൂചേട്ടാ നല്ല സെറ്റപ്പായിരുന്നു. പിന്നെ കുഞ്ഞായി അവിടെ ഉണ്ടെങ്കിൽ വിടണ്ടട്ടാ. എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? കുഞ്ഞായി വണ്ടി എടുത്തിട്ട് മാറ്റാ. ജസ്റ്റ് പറ്റാ ഈ കണ്ട പ്രശ്നം പോലെ ഒരു വണ്ടി എടുത്ത് കടയിലേക്ക് ഇടുവാടാ. നിന്നോടാണ് ആളെ വിളിച്ച് വീട്ടിൽ പറഞ്ഞത്. ദേ ഇവിടെ കിടന്ന് ഞാൻ അങ്ങോട്ട് മര്യാദക്ക് വീണോന്നാണ് വിളിച്ചത്. അടുത്തൊരു കല്യാണം ഞാൻ നമുക്ക് വാക്ക് കൊടുത്താളാ. എന്നിട്ടാണ് കടിക്കട പെട്ടികളോട് രാത്രി പോണത്. അത് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ള എന്തെന്നാണ് പാച്ചതി കിടന്ന് കാണിക്കണത്? അടി ഉണ്ടാക്കല്ലേ സൂചേട്ടാ? കുഞ്ഞായി എന്റെ അവസ്ഥ അറിയാല. ഇതും കൂടി എനിക്ക് താങ്ങാൻ വൈകി. എനിക്ക് നിനക്ക് എന്റെ അവസ്ഥ അറിയാല. ഞാൻ നമുക്ക് വാക്ക് കൊടുത്താളാ. അടുത്ത വർഷം കല്യാണം. അമ്മ കൊടുത്ത വാക്കൊക്കെ മാറാട്ടാ. നിങ്ങൾ രണ്ടുപേരും തല്ലാവത്തില്ല. നിനക്ക് കേട്ടാലോ? എനിക്ക് വീട്ടിൽ പോയി കാര്യം അവതരിപ്പിക്കാം. എന്നിട്ട് കാറ്ററിംഗ് സുനിൽകുമാർ പിന്നെ ഓളും ബുക്ക് ചെയ്യാം. പിന്നെ സുനിയുടെ കല്യാണത്തിന് നീല ശർവാണിടാ. സൂചേട്ടാ, നമ്മുടെ 3 പേരും തന്നെ ഒഴിവാക്കുന്ന കാര്യം പറയുന്നത്. എങ്ങനെ? അതിന് അവൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചു വിടുന്നേന്ന് അറിയണം. അതെങ്ങനെയാ ചോദിച്ചത്? അവളോട് ചോദിച്ചാ മതി. അവള് പറയും ഒരു പാവോടാ. കുഞ്ഞായി നിക്ക് അതിനൊരു വഴിയുണ്ട്. ഏത് വഴി? ഈ പോന്ന വഴി. ഈ പോന്ന വഴിക്ക് സുമേടുത്ത ഒരു കാര്യം പറയാം. അപ്പൊ അവള് ചോദിക്കത്തില്ലേ? സുമയ എന്തൊക്കെ നീ പറയണ? നിർത്ത്. പോയി കാവല് നിൽക്കാനായിട്ട് കാവല് ഇവൻ വണ്ടിയിലൊന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാണ്. ഞാൻ പെട്ടുപോയതാണ്. കണ്ടോരൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിട്ട് വല്ല തീവ്രവാദിയാണ് എന്ത് ചെയ്യും സൂചേട്ടാ? അവള് തരാന്നല്ല എനിക്കറിയില്ല. മതി. ഉറപ്പാണോ? കുഞ്ഞായി തീവ്രവാദിനെ കൊല്ലുന്നു. നിനക്ക് പറ്റത്തില്ല അത് പറഞ്ഞാൽ ആ വേണ്ട, വേറെ ആരും കൂടെ പറയിപ്പിക്കുമ്പോ കൊടുക്കത്ത ഷോയാ. വേറെ കുറെ ഓപ്ഷൻ ഉണ്ടല്ലോ. പിന്നെ 6 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നീയായിരുന്നു. ഇനി 5 ഓപ്ഷൻ കൂടി ഉണ്ട്. സൂചേട്ടാ ഞാൻ ചോദിക്കാം. എടി സുമ അല്ലെങ്കിൽ രമ. ബാലരമ. സൂചേട്ടാ ഞാൻ ചോദിക്കാം. സൂചേട്ടാ വേണ്ടേ? വേറെ ആളാ. സൂചേട്ടാ. സോറി. ഞാൻ സംസാരിക്കാം. സംസാരിക്കട്ടോ. നീ അരീഷ് കുഞ്ഞുവിനെ തല്ലിയല്ലേ? ഇതെന്റെ സാധനം നിന്നോട് ആരോ റൂമിൽ കയറാൻ പറഞ്ഞു. അമ്മ അമ്മ ഞാൻ അമ്മോട്ട് തന്നെ ഇങ്ങോട്ട് വന്നു. എടി കുഞ്ഞി ഇവിടെ റൂമിൽ ഇവിടെ ഇല്ലേട്ടാ. ഇതെന്താണ് ഒരു ആവശ്യത്തിന് ഇവിടെ ആരും ഇല്ലേ? കിടന്നു. എന്താണ്? പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു തന്നെ പെഴാന്ന് വിളിച്ചു. എനിക്കാകെ ദേഷ്യ സങ്കടമൊക്കെ തോന്നി. ഞാൻ അവനോട് പോയി വഴക്കിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങ് കയറി ത്രില്ലായി. അങ്ങനെ എല്ലാവരും എന്നെ പെഴാന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ സമ്മതിച്ചു, അതെ ഞാൻ പിഴയാണ്. അതിൽ പിന്നെ അവർക്ക് എന്നെ കളിയാക്കാനുള്ള ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അപ്പൊ ഞാൻ പറയണെന്താന്ന് വെച്ചാ, ചേട്ടന് പ്രാന്താ സമ്മതിച്ചാ തീരുന്ന പ്രശ്നം ഇപ്പൊ ചേട്ടനുള്ളൂ. അങ്ങ് സമ്മതിക്കേട്ടാ. അതെ, നിനക്ക് സമ്മതിക്കാം. കാരണം നീ ശരിക്കും പിഴയാ. പക്ഷെ ഞാനങ്ങനല്ല. സുഗുന് പ്രാന്തില്ല. മനസ്സിലായ? എന്താണ് എന്താണ് ചിരിക്കണത്? മതി. സൂചേട്ടാ, നമ്മളിവിടെ നോക്കിക്കൊണ്ടുവന്ന നമ്മളെ പറഞ്ഞു വിട്ടെന്ന് മനസ്സിലാവത്തില്ലേ? ഏയ്, നമ്മൾ ക്യാഷ്വലായിട്ട് വർത്താനം പറയണമെന്ന് വിചാരിച്ചോളൂടാ. ആണോ? എടാ അവള് എന്തോ എണ്ണുന്നുണ്ടല്ലോടാ. സൂചേട്ടൻ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുക. അതിന് ഞാനെന്ത് ചെയ്ത്? ഏയ് അതൊന്നുമല്ല. അവളവളുടെ എക്സ് ലവേഴ്സിന്റെ എണ്ണ കൊടുക്കുക.
ഏയ് അവളെന്ത് പറഞ്ഞു? ഇതവളുടെ അമ്മ, ഇതവളുടെ അച്ഛൻ, ഏത്? ഇതവള്. അവൾക്ക് 2 വയസ്സുള്ളപ്പോ പെട്ടെന്ന് ഒരു ദിവസം അവളുടെ അച്ഛൻ മരിച്ചു. അപ്പൊ അവളുടെ അമ്മ വേറെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഇവരെല്ലാരും കൂടി അയാളുടെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അമ്മ മരിച്ചു. അപ്പൊ ഇയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പൊ അവള് ബയോളജിക്കലി ഓർഫനാ. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവളൊരു കുടുംബത്തിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാ. നിന്റെ കുടുംബം ബെസ്റ്റാ. ഇതിനുള്ള മറുപടി ഞാൻ പറയണോ അത് സൂചേട്ടൻ പറയുന്ന? നീ പറ. സൂചേട്ടൻ പറ. നീയല്ലേ ഇപ്പൊ പറഞ്ഞ പറയാന്ന്. ഈ സൂചേട്ടൻ പ്രശ്നമില്ല. ഇതിപ്പോ എന്റെ പ്രശ്നമായിട്ട് മാത്രം മാറിയോ? ചേട്ടാ, അവക്ക് പഠിക്കണം, വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അതാ പ്രശ്നം. എന്ത് സ്റ്റിക്കർ വർക്കിംഗ്? ഞാൻ തന്നെ കട ഷട്ടർ ഇടാൻ പോകണം. ദൈവൻ മണലോരാൻ വേണ്ടി നിൽക്കുകയാണ്. ഓ അതല്ല, ഉപരിപഠനം. ഉപരിപഠനോ? ഇവിടെ അങ്ങനെ ഒരു അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ അവസാനം അവളെ പോയി കേട്ടരുത്. ഒന്ന് പോയേടി അവിടെ. ഒന്ന് പോയേടി അവിടുന്ന്. സൂചേട്ടാ, സൂചേട്ടാ, അവളെന്തോ പറയാൻ പറ്റാത്ത കാര്യത്തിന് ഒളിച്ചോടുന്നത്. പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് പഠിക്കാനാരല്ലോ ഒളിച്ചോടുവോ? സുഖിച്ചേട്ടൻ പഠിക്കാൻ ഒളിച്ചോടിയിട്ടുണ്ടോ? പിന്നെ ഇവനെട്ടാളെ കെട്ടിട്ട് ഒന്നുണ്ടല്ലോ സ്കൂളിൽ കൊണ്ടായിരുന്നു. ഞാൻ ഈ ക്ലാസ്സിലെ കാര്യം പറയണ്ട. പിന്നെന്തായിരിക്കും കാര്യം? കാര്യം നമ്മളറിയണേ. അവള് കല്യാണത്തിന്റെ തല ദിവസമാണ് ഒളിച്ചോടി പോകുന്നത്. അതായത് അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മളല്ല, നീ അവളോട് ഇന്ന് കല്യാണം കഴിക്കാന്ന് പറയണം. അപ്പൊ അവള് ഇവിടുന്ന് ഒളിച്ചോടി പോകും. നമ്മള് സേഫായി. അവളെങ്ങനെ സമ്മതിച്ചാലാ? അവള് സമ്മതിച്ചാൽ കെട്ടണം. സുഖു നല്ല പെണ്ണല്ലേ? നിനക്കാണെങ്കിൽ വേറെ പെണ്ണെന്ന് കൊണ്ടിട്ടാ. കുഞ്ഞായി സുഖു സുഖിച്ചേട്ടാ, ഈ ഐഡിയ കൊള്ളാം. സുഖിച്ചേട്ടൻ അകത്ത് നിന്ന് അവളുടെ അടുത്ത് കെട്ടിക്കൊള്ളാന്ന് പറ. അപ്പൊ അവളൊന്ന് പേടിക്കും. അങ്ങനെ പേടിച്ചവളെ തകർന്ന് നിന്റെ കാലിൽ വീണ് പറയും, സുഖിച്ചേട്ടാ എന്നെ വിടൂ, ഞാൻ പൊക്കോട്ടെ. അപ്പം സുഖിച്ചേട്ടൻ പറയണം, നിനക്ക് ഇവിടുന്ന് പോവാൻ അനുവാദമില്ല. അങ്ങനെ തകർന്ന് നിൽക്കുന്ന അവളുടെ കരച്ചില് കണ്ട് കണ്ട് മടുക്കുമ്പോ നീ പറയണം, ജാവോ ആവോ വായോ വോ. സുഖു, പോയി പറ. ഓക്കെടാ. സാരില്ലടാ, എനിക്ക് ആ പെണ്ണിനെ പിടിച്ചില്ല കേട്ടാ. എനിക്കും അടിയനെ പോന്നു. കിടന്നിന്റെ മറ്റേ വട്ടിട്ടൊക്കെ സെറിഞ്ഞപ്പോ വരാൻ പറ്റിയില്ല. കപ്പവറിയായിരുന്നു. ഇനിയിപ്പോ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. നന്നായി. എടാ സുഖു, എന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? ഇല്ലാത്ത വയ്യാവയിലേക്ക് നീ എന്തിനാ എടുത്ത് തലയെ വെച്ചോണ്ടിരിക്കണത്? അതാണ് നിന്റെ പ്രശ്നം. എടി, എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെയാണ്, ചുവപ്പ്. കോഴിയുടെ ചോരയും ചുവപ്പ് തന്നെയാ എന്ന് വെച്ച് പോയി കോഴിനെ പിടിച്ചു കെട്ടുവോ? ഒരു മാത്രം മനുഷ്യന്മാരെ കാര്യം പറയുമ്പോഴേക്കും കോഴിക്കാരും പറയും കേട്ടല്ല. ഇനിയിപ്പോ നടക്കാനോളൊക്കെ നടന്ന്. എടാ മോനെ, നീ ചോറിന്നാതെ പോയതെന്താ? മോൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നറിയോ? അശ്വതി മോളെ, ആ ചെക്കൻ എടുത്തോ. അശ്വതി മോള നാളെ അശ്വതി ആയതുകൊണ്ട് വിളിക്കാൻ എളുപ്പമാണല്ലോ. ഓ, നാളൊക്കെ നോക്കിയല്ലേ, നന്നായി. അമ്മക്കിനി റെസ്റ്റ് എടുക്കാം. അടുക്കള ഇവള് നോക്കട്ടെ. ഞാനൊരു കാര്യം തീരുമാനിച്ച്, എന്റെ കല്യാണം പെട്ടെന്ന് നടത്താന്ന് വിചാരിച്ചു. വലിയ ആർഭാടമൊന്നുമില്ല, രജിസ്റ്റർ മാരേജ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാട്ടാ. അച്ഛനൊന്ന് കടയിൽ നിന്ന് വന്നിട്ട് പോരെ. ഈ അടുക്കളയിൽ വെച്ച് നടത്താനല്ല പറഞ്ഞു. എന്നാ ഓക്കെ. നാളെയോ മറ്റന്നാളോ. എന്താ സുമേ, ഈ എണ്ണ ഇവിടെ തരാൻ പറഞ്ഞു. ഒന്ന് മേടിക്കളിയെ നോക്കിക്കണ്ട്. ഇനി വന്നേരും മോളെ. മോനെ, ഇന്ന് കല്യാണത്തിൽ കുറച്ച് തേങ്ങ പോയിച്ച് തരുമോ? അശ്വതി മോക്ക് പായസം ഉണ്ടാക്കാനാ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ. അമ്മ തേങ്ങ എവിടെ ഇരിക്കണം? അമ്മ തേങ്ങ എവിടെ ഇരിക്കണേ? ചായപ്പില് എന്താടാ? നിങ്ങൾക്ക് ഈ കപ്പ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തിന്? അയ്യോ ശിവനടി. ഷീബയുടെ അപ്പനാ. കേറി വാന്ന് ഇരിക്കി. അമ്മ ഇതാരോ വന്നിരിക്കണം നോക്കിയേ. ഉള്ളത് ചായ എടുത്തോ. കുട്ടികൾ കല്യാണം ആർപ്പാടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാരണവന്മാരാണല്ലോ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്. ഏത്
നമുക്ക് ഇവരുടെ കല്യാണം ഉണ്ടല്ലോ അതിഗംഭീരമായിട്ടൊക്കെ നടത്തിയേക്കാം. ആരുടെ ബേബി എന്നും കണ്ടല്ലേ പേര് പറഞ്ഞത്. ചെവിന്ന് മാറാ ഓ വീട്ടിലത്തെ ആദ്യത്തെ കല്യാണം നമുക്ക് ഞാൻ തകർക്കാം. ഷീബനെ കൊണ്ടുപോകുമെന്നാ. ഞാൻ വരുന്നില്ല. അണ്ടാടി എനിക്ക് പോയാൽ നീ വന്നു കയറിയിരിക്കണ ഒരു കുടുംബത്തായതുകൊണ്ടാ പറഞ്ഞു തീർക്കാന്ന് ഓർത്ത് ഒറ്റയ്ക്ക് വന്നത്. ദേവിച്ചായ എന്താ ഇത്? കൊച്ചുകുട്ടികളല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാം അങ്ങോട്ട്. അതിനൊരു പ്രശ്നമുണ്ട്. മതമാണോ പ്രശ്നം? എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് എടോ, അവൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്ന്. അയ്യോ കല്യാണമ്മ കല്യാണം കല്യാണമ്മ കല്യാണം കല്യാണം. പയ്യാവയിലാണല്ലോ വിളി അനീഷേട്ടാ, ഇന്ന് അനീഷേട്ടാ വെള്ളം. സോ മച്ച് പെഗ്ലോട്ടി. നിന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ എനിക്ക് നിന്റെ അനുവാദം വേണ്ട. അങ്ങനെയാണെങ്കിൽ പ്രായവൃത്തിയാവുന്നതിനെ കെട്ടിച്ചുവിടുന്നുണ്ടെങ്കിൽ ഡാഡി പോലീസ് കൊണ്ടുപോണ്ടേ? ഡാഡി ഒരു കാര്യം എനിക്ക് മണത്തരം കാണിച്ച് എന്തായാലും പോലീസ് കൊണ്ടു. നമ്മുടെ ഡാഡി വന്നിട്ടുണ്ട്. ഷീബയുടെ അടിയാടാ. എന്താ അവൾക്ക് 18 വയസ്സായിട്ടില്ലെന്ന് പറഞ്ഞു. ആർക്ക്? ഷീബയ്ക്ക്. ആര് പറഞ്ഞു? അവളച്ഛൻ. ഒന്ന് പോടാ അവിടുന്ന്. ചുമ്മാ കല്യാണം നടത്താൻ പോയി പെണ്ണിന് 18 ആയിട്ടില്ലെന്ന്. ചുമ്മാ പറഞ്ഞായിരിക്കും. പോയതുണ്ട് ചായ എടുക്കാൻ പാടില്ലേ? ഞങ്ങൾ ചുമ്മാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എന്തിനാടാ? ചുമ്മാ ഒന്ന് എക്സ്ട്രാ എടുക്കാൻ. ചുമ്മാ. സൂചോട്ടം വേണേ ചുമ്മാ ഒന്ന് ഒളിവിപ്പോക്കോ. എന്തിന്? ചുമ്മാ. ഓ ചുമ്മാ. നമ്മളായിട്ട് വിളിച്ചിട്ട് വന്നല്ലേ, നമ്മളായിട്ട് വന്ന് കയറിയത്. ഉണരൂ വേഗം നീ സുഗുറാണി വന്നു നായിക പ്രേമത്തിൻ മുരളി ഗായിക. നമുക്ക് കല്യാണം കഴിക്കണ്ടേ സൂചേട്ടാ? എന്നെ വെറുതെ ചലം ചെയ്യാൻ നിക്കല്ലേ. ഇത്രയും നാള് നീ പറയണം കിട്ടിഞ്ഞ ഒരു കൊരങ്ങനെ പോലെ തുള്ളി. ഇനി നടക്കൂലോ. ഇപ്പൊ ഇറങ്ങിപ്പോയി നിന്റെ ബേബിയിലെ ഡാഡി, അയാളോട് ഞാൻ മൊത്തം എണ്ണി പറക്കി കൂടിപ്പോയി നീ മോശക്കുറ്റത്തിലെ കേസ് കൊടുക്കോളൂ. അത് ഞാൻ അങ്ങോട്ട് സഹിക്കിച്ചു. കൊലക്കുറ്റത്തിനാണെങ്കിലോ? ഏതുപോലെ കുറ്റം? ഒരാളെ കൊന്നിട്ടല്ലോ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി. ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല. ലോണിന്റെ ആവശ്യത്തിനാണ്. പാച്ചനോട് ചോദിച്ചു നോക്ക്. ആരോടും പറയില്ല, ഞാൻ കാലുപിടിക്കാം പ്ലീസ്. എത്ര ഉണ്ടെങ്കിലും ഇടുന്നു. അമ്മയോട് ഞാൻ. എടാ സുഖു, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. അശ്വതി മോളെ, ഇത് ആരാ പറഞ്ഞേ? കുഞ്ഞായാണ്. സൂചേട്ട പറഞ്ഞു. ഞാനാ? ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു. എനിക്കറിയായിരുന്നു. ഞാനേ പറയുള്ളത് എനിക്കറിയായിരുന്നു. വേറെ ആരും പറയൂല. അമ്മ അപ്പടിച്ച് തേങ്ങ എടുത്ത് പായസം വയ്ക്കാനാ. ആരോടെങ്കിലും പറയൂ. മേലേരി പിറന്നാളെന്നാ? എടാ നീ എന്തിനാ അവളോട് എന്റെ കാര്യമൊക്കെ പറഞ്ഞത്? അത് ഈ പ്രാന്തിന്റെ രസക്ക. അത് പിന്നെ പണ്ട് ക്യാഷ്വലായിട്ട് ഞങ്ങൾ പണ്ട് പ്രേമത്തിലായിരുന്നല്ലോ സുഖു. ഓ ഇതാണ് പ്രേമം അല്ലേ? എടാ നമുക്കൊരാളോട് പ്രേമം തോന്നിക്കഴിഞ്ഞാ നമുക്ക് ചുറ്റുള്ളവരെല്ലാം വേണ്ട നമുക്ക് വേണ്ടി മാത്രം നൃത്തം ചെയ്യും. മനസ്സിലായടാ? അതാണ് പ്രേമം. നിനക്ക് തോന്നിയത് കാമം. രണ്ടും ഒന്നല്ല സുഖു. ഒന്നായി ഒന്നായി ഒന്നായി. എടാ അടുത്ത ദിവസമൊക്കെ 18 വയസ്സാ വേണ്ട. അതിനും പാട് ഒഴിവാക്കണം. മനസ്സിലായോ? ചേട്ടാ, നമുക്ക് അവളെ പഠിക്കാൻ ചേർത്താലോ? പിന്നെ പഠിക്കാൻ ചേർക്കാൻ നീ അവളുടെ അപ്പനല്ലേ? പഠിക്കാൻ ചേർക്കാൻ വേണ്ട, നമുക്ക് അവളോട് പഠിക്കാൻ ചേർക്കാന്ന് പറയാം. എന്നിട്ട് അവളൊരു ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കാം. എന്നിട്ട് അവളുടെ അച്ഛനെ വിളിച്ച് പറയാം. എന്നിട്ട് അവളുടെ അച്ഛൻ വന്ന് അവളെ കൊണ്ടോട്ടെ. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. സൂചേട്ടാ, ഇത് ചതിയല്ലേ? എന്ത് ചതി? ഒരു ചതിയില്ല. അവളുടെ സ്റ്റൈലിൽ തന്നെ ഒഴിവാക്കണം. ഇതെന്താടാ താളപ്പള്ളിയൊക്കെ? താലപ്പൊളി അല്ലടാ, തിരുവാതിര. ഹായ് മമ്മി. ഏയ് നാളെ ക്ഷീണമായിരിക്കും, അതുകൊണ്ടൊന്ന് ലീവ്. ഇവരുള്ളതാണ് എനിക്കൊരു ആശ്വാസം. എന്താ? ഏത് സമയത്തും കൂടെ ഉണ്ടാവും. ഈ ഒരു മാനസിക നിലയിലും കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. സുഹൃത്തുക്കളായി പോയില്ല അച്ഛാ. അതാണ് എനിക്കും ഇതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. സുഖു മരിച്ചുപോയി. അതിനുശേഷമാണ് ഞാൻ സുചേട്ടനുള്ള അത് വെച്ചിട്ടുണ്ടേ കുടിക്കണേ. അല്ല മോനെ പറയണ്ടേ? പറയണം. നീ ഒറ്റക്ക് പറഞ്ഞാ പോലെ. ഒന്നൂരോട് പോയി ഉണ്ടാക്കിയാൽ മതി. സുഖുവിന്റെ ഒരു ഭാഗ്യേ ഇത്രയും നല്ലൊരു പെങ്കൊച്ച്. അതും ആ മറ്റേ കാര്യമൊക്കെ അറിഞ്ഞിട്ടും. പക്ഷെ സുചേട്ടനോട് എപ്പോഴും ദേഷ്യം ചേച്ചി. ആണോടാ സുഖു? ആ
ആ അയ്യോ അങ്ങനൊന്നും ഇല്ല ചേച്ചി. ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ടൈപ്പ് ആളൊന്നുമല്ല സുഖു. ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് പറ്റിക്കാനും മാത്രം ഉള്ളയൊന്നും അല്ല സുഖം. അല്ലേടാ സുഖം? ചേച്ചി ഇത് പിടിച്ച്